ഇനി ചെമ്മീൻ കൈ കിട്ടുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കൂട്ടോ. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും തലയാട്ടം എടുക്കുന്നത്. അതിലോട്ട് 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇനി അതിലോട്ട് ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നു. കുനുകുനെ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണ് മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ 2 സ്പൂണാട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കും. നടുവേ കയറിയിട്ട് 2 പച്ചമുളകാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പുളിവെള്ളം മുൻപ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കും. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിനുള്ളത്. ഞാനിവിടെ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ സൗദിയിൽ തേങ്ങയൊന്നും കിട്ടാനില്ല, അപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾക്ക് സാധാരണ എങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുക അതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇനി എല്ലാം വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചെമ്മീൻ കറി തയ്യാറാക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ തലയാട്ടോ കൂടുതലെടുക്കാറ്. ബാക്കിയുള്ള ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കാറ്. പിന്നെ അതിലോട്ട് കറിവേപ്പില തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ചെമ്മീൻ കറി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ ചെറുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിട്ടില്ല ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം.